വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ 14 തീയതി ഏപ്രിലിൽ വന്ന പ്ലാന്റുകളാണ്. അതേപോലെ തന്നെ ഒരുപാട് വെറൈറ്റി സീസൺ പ്ലാന്റ്, അതേപോലെ തന്നെ റോസിൻ്റെ പുതിയ ലോഡ് വന്ന് പീലി ഒരു ചെടിയെടുത്ത് താഴെ ഇട്ടു. എന്നിട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വന്ന ഒരു ലോഡും, അതേപോലെ തന്നെ നമ്മൾ എവിടെ നിന്ന് തന്നെ കളക്ട് ചെയ്ത നമ്മളെ പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിന്നെടുത്ത കുറേ പ്ലാന്റുകളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അതേപോലെ നിരന്നിരിക്കുന്ന സ്ഥലത്താണ് നമ്മൾ പ്ലാന്റുകൾ വെക്കാൻ പോകുന്നത്. ഡാർക്ക് യെല്ലോ റോസ്, അതേപോലെ തന്നെ നല്ല കിഡിലം വെറൈറ്റി കുറേ റോസുകൾ വന്നിട്ടുണ്ട്. ഇതിൻ്റെ കെയറുകൾ കാര്യങ്ങളെല്ലാം പ്രത്യേകം നമ്മളെ വീഡിയോയിൽ നമ്മൾ ആദ്യമേ തുടക്കനാൾ മുതൽ ഇപ്പം വരെ എല്ലാ വീഡിയോയിലും നമ്മൾ ഇതിൻ്റെ കെയർ, റോസ് എങ്ങനെയാണ് പരിപാലിക്കേണ്ടത്, എങ്ങനെയാണ് പ്രൂൺ ചെയ്യേണ്ടത്, എങ്ങനെയാണ് വളം കൊടുക്കേണ്ടത്, എങ്ങനെയാണ് മരുന്ന് കൊടുക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ കുമാർ നഴ്സറി കൊല്ലം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനാൽ നിങ്ങൾ പഴയുള്ള വീഡിയോകളും കൂടെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുകയെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് നമ്മളിവിടെ ചെറിയ കവറിലുള്ള റോസാണ് കാണുന്നത്. ചെറിയ കവറിലുള്ള റോസ്, അത് 5 കേജ് കവറിനകത്ത് വെച്ച് ബഡ് ചെയ്ത് വളർത്തിയെടുത്ത റോസാണ്. അതിനകത്തുള്ള വകഭേദമാണ് ഈ കാണുന്ന ഓരോന്നും ഓരോ വെറൈറ്റീസാണ്. ഇപ്രാവശ്യം വന്നതിനകത്ത് കുറച്ച് നല്ല വെറൈറ്റീസ് കണ്ടു. അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകം ഈ വീഡിയോ ചെയ്യണമെന്നൊരാഗ്രഹം ഉണ്ടായത്. അതേപോലെ തന്നെ ഇത് പെർഫ്യൂം റോസാണ്. ഇതിന് വേറൊരു പേരുണ്ട്, റോസ്മേരി എന്നാണ് അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ ചെറിയ ചെറിയ വെറൈറ്റി റോസുകൾ, ചെറിയ കവറിലുള്ള റോസുകൾ. ഇപ്രാവശ്യം വന്നതിനകത്ത് കുറേ വെറൈറ്റീസ്, സാധാരണ ഇങ്ങനെ വെറൈറ്റീസ് എടുക്കാൻ കിട്ടാറില്ല. നമ്മൾ പോയി നിന്ന് സെലക്ട് ചെയ്ത് എടുത്തുകൊണ്ട് വരുന്ന റോസ് ആയതിനാലാണ് ഇതേപോലെ ഇത്രയും നല്ല വെറൈറ്റീസ് നമുക്കിത് കിട്ടിയത്. അതിപ്പോൾ ഇറക്കി വെക്കുമ്പോൾ ചെറിയ ഈ ഒരു വാട്ടം പോലെ നിന്ന്, പിന്നെ വെള്ളം, അതായത് ലോഡ് കയറ്റുമ്പോൾ വെള്ളത്തോടുകൂടി കയറ്റത്തില്ല. കാര്യം ഡാമേജ് വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അതേപോലെ തന്നെ ഏതാണ്ട് ജെറിബറ, നല്ല അടിപൊളി വെറൈറ്റി ജെറിബറ, അതേപോലെ കുറേ സീസൺ പ്ലാന്റ്സ്, അതേപോലെ തന്നെ ഏതാണ്ട് ക്രിസാന്തിമത്തിൻ്റെ ലോഡാണ് ഈ ഇരിക്കുന്നത്. അതേപോലെ പെറ്റൂണിയ കുറച്ചേ ഉള്ളൂ. ഓവറായിട്ട് പ്രാവശ്യം ചെന്നപ്പോൾ പെറ്റൂണിയ ഷോർട്ടേജ് ആയിരുന്നു, അതുകൊണ്ട് പെറ്റൂണിയ കുറച്ച് കിട്ടി. ഓക്കെ, അതേപോലെ തന്നെ അതുകൊണ്ട് ആയിരിക്കുന്ന ലിപ്സ്റ്റിക് പ്ലാന്റ് തൈകൾ. അതേപോലെ തന്നെ ഇതാണ് നമ്മളെ പെർഫ്യൂം റോസ് എന്നറിയപ്പെടുന്ന വെറൈറ്റി. ഇലയ്ക്ക് നല്ല മണവും പൂവിന് നല്ല മണവുമാണ് കേട്ടോ. സോറി, ഇലയ്ക്കല്ല, പൂവിന് നല്ല മണമായിരിക്കും. അതേപോലെ തന്നെ വെക്കുന്ന സമയത്ത് റോസിനെ സംബന്ധിച്ച് കെയർ ചെയ്യുമ്പോഴത്തേക്ക് അറിയാമല്ലോ, നല്ല സൂര്യപ്രകാശം വേണം എന്നുണ്ടെങ്കിൽ മാത്രമേ റോസ് രക്ഷപ്പെടത്തുള്ളൂ. അതേപോലെ തന്നെ വെള്ളം രാവിലെയും വൈകുന്നേരവും നന്നായിട്ട് കൊടുക്കുക. ഉച്ചയ്ക്ക് ലൈറ്റായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ റോസ് നല്ലതാണ്. അതേപോലെ തന്നെ മാസത്തിൽ 2 വട്ടം 2ആയി തന്നെ മരുന്ന് കൊടുക്കുക. ആദ്യമേ ഇൻസെക്ടിസൈഡ് കൊടുക്കുക, അതിനുശേഷം 15 ദിവസം കഴിഞ്ഞതിന് ശേഷം ഫംഗിസൈഡ് കൊടുക്കുക. മഴയാണെന്നുണ്ടെങ്കിൽ ഇത് 10 ദിവസം ഗ്യാപ്പിട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും, ഏറ്റവും നല്ലതാണ്. അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് നോക്കുക. അതേപോലെ തന്നെ ജെറിബറ വെള്ളം ഓവറായിട്ട് കൊടുക്കരുത്. അതേപോലെ തന്നെ പെറ്റൂണിയ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സീസണായിട്ട് നോക്കാതെ ഈ ചട്ടിയിലാക്കി ഹാങ്ങിങ്ങിൽ ഇട്ടൊന്ന് കുറച്ചൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ നല്ലതാണ്. ഇത് ഞങ്ങൾ ഈ ആഴ്ച തന്നെ പോയി എടുത്തുകൊണ്ട് വന്ന അടുത്തൊരു ലോഡാണ്. അതിനകത്ത് തന്നെ താണ്ടെ പേർഷ്യൻ ഷീൽഡാണ് മേളിൽ ഇരിക്കുന്നത്. ഒരു 150 പേർഷ്യൻ ഷീൽഡ് പ്ലാന്റ് കിട്ടി. നല്ല ഐശ്വര്യമായിട്ട് അവൾ ആദ്യമേ പേർഷ്യൻ ഷീൽഡാണ് എടുത്ത് കൊടുത്തത്. നല്ല പ്ലാന്റ് കണ്ടാൽ തന്നെ അറിയാം. അതേപോലെ ഇത് ഡൈഅമോണിയം ഫോസ്ഫേറ്റ് ആണ്. ഇതിനകത്ത് നേരത്തെ ഒരു സംശയം ചോദിച്ചിട്ടുണ്ട് നമ്മുടെ സബ്സ്ക്രൈബറിലുള്ള ആൾ, അതിനകത്ത് വെള്ളയായിട്ട് കിടക്കുന്നത് എന്താണെന്ന്. ഇത് നമ്മളെ അത് എന്താ പറയുക, അങ്ങനെയാണ് ഒറിജിനൽ DAP ഇരിക്കുന്നത്. ചെറിയ ഒരു പിങ്ക് ഷെയ്ഡ് വരുന്നു എന്നുണ്ടെങ്കിലും പല കമ്പനികളിൽ വരുന്നതാണ്. പല കമ്പനികൾ വരുമ്പോൾ പലതായിട്ടാണ് കാണിക്കാറ്. അതേപോലെ തന്നെ ഇത് കൂടുതലും എഫക്റ്റീവായിട്ട് റോസുകൾക്ക് ഏറ്റവും നല്ലതാണ്. ഇത് ക്ലൈമ്പിംഗ് റോസാണ്. ഇതിൻ്റെ തൈകളൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും, അയച്ചു തരുന്നതായിരിക്കും. അന്നേരം അതും കൂടെ ശ്രദ്ധിക്കുക. പിന്നീട് തൈ മൂട്ടിൽ നിന്ന് വരുന്ന കളയൊക്കെ പറിച്ച് കളഞ്ഞതിന് ശേഷം ഡൈഅമോണിയം ഫോസ്ഫേറ്റ് കൊടുക്കുക. അതേപോലെ തന്നെ 10 ദിവസം കഴിഞ്ഞതിന് ശേഷം ഫാക്ടംബോസ് കൊടുക്കാം. അതേപോലെ തന്നെ കടലപ്പിണ്ണാക്കും വേപ്പിണ്ണാക്കും ചാണാനും കൂടെ മിക്സ് ചെയ്ത് 3 ദിവസം വെച്ച് പുളിപ്പിച്ചിട്ട് അതിൻ്റെ തെളി എത്ര എടുക്കുന്നോ അതിൻ്റെ 10 ഇരട്ടി വെള്ളം ചേർത്ത് ലൈറ്റായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് പേർഷ്യൻ ഷീൽഡ് പ്ലാന്റ് ആണ്, ചെറിയ പ്ലാന്റ്, ഇപ്പം കൊണ്ടുവന്ന പ്ലാന്റ് ആണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു പ്ലാന്റാണ്. നമുക്ക് കട്ടിങ് ചെയ്ത് തൈ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ്. അത് ഇതേപോലെ തന്നെ റെഡ് ക്രീപ്പിംഗ് റോസ് ആണ്.
ഇതൊക്കെ നമ്മൾ നിറച്ചെപ്പോഴും പൂ പിടിക്കുന്ന പ്ലാന്റുകളിൽ വരുന്നതാണ്. ഇത് നമ്മൾ ബഡ് ചെയ്ത് കുറച്ച് റെയർ ആയിട്ടുള്ള വെറൈറ്റി റോസുകൾ വെച്ചേക്കുന്നതാണ്. അന്നേരം ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അന്നേരം ഇനി ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കാണും വരെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. പിന്നെ മറക്കരുത് നമ്മളെ ചാനലിൽ എന്താ പറയുക, നമ്മളെ ചെടികളെ പറ്റിയൊക്കെയിട്ടുള്ള നിങ്ങളെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ നമ്മൾ കമൻറ്റ് രൂപേണ പ്രതീക്ഷിക്കുന്നു. നമ്മൾ കാണുന്ന പക്ഷം നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അന്നേരം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.